അഭിഭാഷകനായ അഡ്വക്കേറ്റ് റെബിൻ വിൻസെന്റ് ഗ്രാലൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെബിൻ, ഈ കേസിൽ നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഈ MLA എന്നോ സാധാരണക്കാരനെന്നോ ഉണ്ടോ? ഈ കുറ്റം ചെയ്യുന്നവരെല്ലാം പ്രതികൾ തന്നെയല്ലേ നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ? നോക്കൂ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമമാണ് ഈ വിഷയത്തിൽ ഒരു അവസാന വാക്കായിട്ട് നമുക്ക് പറയാവുന്നത്. പക്ഷെ അതിലൊരു കുഴപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്, ഒരു പ്രതി ആ കുറ്റം ആരോപണം വിധേയനാക്കപ്പെട്ടതിന് ശേഷം വിചാരണ പൂർത്തിയാക്കി ആ കുറ്റം തെളിയുന്നതോടുകൂടി മാത്രം, ശിക്ഷ വിധിക്കുന്നതോടുകൂടി മാത്രം, കൺവിക്ഷൻ സംഭവിക്കുന്നതോടുകൂടി മാത്രമാണ് ബന്ധപ്പെട്ട ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭകളിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ആ വ്യക്തിക്കെതിരെ ഒരു അയോഗ്യതയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു നിയമ സംവിധാനത്തിന് സാധ്യമാകുന്നുള്ളൂ. നാം കുറച്ചു കാലം മുൻപ് കണ്ടതാണ്, ലക്ഷദ്വീപിൽ നിന്നുള്ള MP ഒരു 10 വർഷത്തെ സെഷൻസ് കേസിൽ, വധശ്രമത്തിന്റെ കേസിൽ ശിക്ഷിക്കപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട് അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതും. മറ്റൊരു ഉദാഹരണം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൂറത്തിൽ നിന്നുള്ള ഡീഫാമേഷൻ കേസിൽ ഒരു ജനപ്രാതിനിധ്യ നിയമത്തിന് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുകയും അത് മേൽ കോടതികളായ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാതെ ദിവസങ്ങൾ വൈകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പാർലമെന്റ് MP സ്ഥാനം അയോഗ്യതയിലേക്ക് പോകുന്നതും ഒക്കെ നാം കണ്ടു. ഈ കേസുകളൊക്കെ വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട കേസുകളാണ്. ഇവിടെ 3 പരാതികളും അതുമായി ബന്ധപ്പെട്ട FIRകളും അതിനോട് ഉപോത്ഫലകമായിട്ട് ഒരു വ്യക്തിയുടെ പ്രാഥമിക റൈറ്റ് ആയിട്ടുള്ള ബെയിലുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി കുറ്റക്കാരനാണ് എന്നതിനെ അവസാന വാക്കാകുന്നില്ല ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ. ഇനിയുള്ള അങ്ങനെ അതും മൂഞ്ചിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നുള്ളതാണ്. കാരണം സഖാക്കളുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ, ആകെയുള്ള ഒരു അവസാന കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ സ്പീക്കർ AN ഷംസീർ ഈ പറയുന്ന വാമനപുരം MLA നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അയോഗ്യനാക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. ഇത് രാഹുലിനെ അയോഗ്യനാക്കാൻ ഇപ്പോൾ ആർക്കും, സ്പീക്കർക്കെന്നല്ല, എത്തിക്സ് കമ്മിറ്റിക്കെന്നല്ല, ഒരുത്തനിക്കും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം. ഇനി വേണമെങ്കിൽ രാഹുലിനെ അയോഗ്യനാക്കാം. എങ്ങനെ? ഏത് രീതിയിലാണോ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അതേ രീതിയിൽ രാഹുലിനെ അയോഗ്യനാക്കാം. എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ ഈ രാജ്യത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അധികാരം തങ്ങൾക്കാണ് എന്ന് കരുതിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ജുഡീഷ്യറിയെയും കാറ്റിൽ പരത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുപോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളതിൽ ഇട്ടതുപോലെ എല്ലാ നിയമങ്ങളെയും ജുഡീഷ്യറിയെയും എല്ലാം ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സ്പീക്കർ എന്നുള്ള അധികാരം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാം. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായിട്ട് അയോഗ്യനാക്കുവാനുള്ള യാതൊരു വിധത്തിലുള്ള വഴികളും സഖാക്കൾക്ക് മുന്നിലില്ല. ഏതുവരെ? കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന നിമിഷം വരെ അതിനുള്ള വഴികളില്ല എന്നുള്ളതാണ്. അങ്ങനെ അതും മൂഞ്ചി. ഒന്നാമത്തെ പരാതി മൂഞ്ചി, രണ്ടാമത്തെ പരാതി മൂഞ്ചി, മൂന്നാമത്തെ പരാതി മൂഞ്ചിക്കൊണ്ടേയിരിക്കുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ വാമനപുരം MLA നൽകിയ ആ പരാതിയും മൂഞ്ചുന്ന വക്കിലാണ്. എല്ലാം എട്ടുനയിൽ പുട്ടുന്നു, ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ചിലരുടെ വലിയ സ്വപ്നങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ആ അത്യാഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവർ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയപ്പോൾ ഉണ്ടായ തിരിച്ചടികളാണിതൊക്കെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു പരാതിയും നിയമത്തിൻ്റെ മുന്നിൽ നിലനിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിക്ക് സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കണ്ടെത്താത്തത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനും സാധിക്കില്ല. ഇനി ഇതിനൊക്കെ അപ്പുറം മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ MLA ആയി തുടരുന്ന കാലം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി അയാൾക്ക് മുമ്പിലുള്ളത് 2-3 മാസം, 3ലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് അയാൾ
എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ MLA-മാർക്കും ഈവൻ കേരളത്തിലെ മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും വരെയുള്ള കാലാവധി വളരെ തുച്ഛമായ ദിവസം മാത്രമാണ്. അപ്പോൾ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി എന്തായാലും വിധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ സ്വപ്നവും പൂവണിയാതെ പോവുകയാണ്. പിന്നെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം എന്നുള്ളത് രാജാവ് പടിയിറങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്തിടാൻ സാധിച്ചു എന്നുള്ളത്. അവിടെയും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതും സാധിക്കാൻ, അതിന് മറുപടി പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് സഖാക്കളുള്ളത്, അല്ലേ? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. വാമനപുരം MLA നൽകിയ പരാതിയിൽ മേൽ പോലും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ കുഴഞ്ഞു മറിയുകയാണ് ആര്? ഈ പറയുന്ന സ്പീക്കറും രാജാവും അടിമകളും AKG സെൻറ്ററും ഒക്കെ. ഇനിയിപ്പോൾ വേറെ ഒരു ആശ്വാസമുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ മാസം ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ സമ്മേളനം, ആ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു ചർച്ചയാക്കാമെന്നുള്ളതാണ്. പക്ഷേ അത് ചർച്ചയാക്കുമ്പോഴും വീണ്ടും തിരിച്ചടിയാണ്. കാരണം അപ്പുറത്ത് മുകേഷുണ്ട്, അപ്പുറത്ത് കടകംപള്ളിയുണ്ട്, അപ്പുറത്ത് ഗണേഷ് കുമാറുണ്ട്, അപ്പുറത്ത് KT ജലീലുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ, പിന്നെ മുഖ്യമന്ത്രിയുടെ വസതിയിലും നിയമസഭയിലുമുള്ള മുഹമ്മദ് റിയാസുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ചർച്ചയാകും. അത് ചർച്ചയാകുമ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ആയുധമാക്കുക എന്നുള്ള ലക്ഷ്യം വീണ്ടും തിരിച്ചടിയാകുമെന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വേട്ട എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതുമായിട്ടുള്ള ആ രാഹുൽ മാങ്കൂട്ടം വേട്ട, അയാളെ പച്ചക്ക് കൊത്തി തിന്നത്, അയാളുടെ പച്ചയിറച്ചി തിന്നത്, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്തായിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആ പിണറായി വിജയൻ്റെ മൂക്കറ്റം പ്രതിസന്ധികളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം വേട്ട തുടങ്ങിയതെങ്കിലും അതിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് സഖാക്കൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയാണ്. അയാൾ വേട്ടയാടപ്പെടുമ്പോഴും അയാൾ വലിയ അർത്ഥത്തിൽ ജനപിന്തുണയുള്ള സ്വീകാര്യതയുള്ള വ്യക്തിയായി ഒരു ഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അയാൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സഖാക്കളായിട്ടുള്ള പൂവങ്കോഴികളുടെ കാര്യങ്ങളിൽ വീണ്ടും ചർച്ചകൾ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. മുകേഷിൻ്റെ കാര്യം ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നു, ഗണേഷ് കുമാറും സരിതയും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നു. ഗണേഷ് കുമാറിനെ കുറിച്ച് യാമിനി തങ്കച്ചി, ഗണേഷ് കുമാറിൻ്റെ മുൻ ഭാര്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുന്നു. മുകേഷിനെ കുറിച്ച് മുകേഷിൻ്റെ മുൻ ഭാര്യ സരിത പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുന്നു. PA മുഹമ്മദ് റിയാസിനെ കുറിച്ച് മുഹമ്മദ് റിയാസിൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നു. കടകംപള്ളിയെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നു. തോമസ് ഐസക്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നു. AK ശശീന്ദ്രനെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചർച്ചയാവുന്നു. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകൾ, യുവതികൾ, അവരുടെ കയ്യിൽ നിന്നൊക്കെ പരാതി വാങ്ങിവെക്കുന്നതും അവർക്ക് ചായ കൊടുത്ത് അവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വാതിൽ തുറന്നു കൊടുക്കുന്നതും P ശശിയാണെന്നുള്ള കാര്യവും ചർച്ചയാവുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചർച്ചയാവുന്നു. ഇവരെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവരുടെയൊക്കെ നീളം അളക്കാൻ പോയ PK ശ്രീമതിയും AK ബാലനും ചർച്ചയാവുന്നു. അവരുടെ കയ്യിലുള്ള മെഷീന് ചർച്ചയാവുന്നു. ആ മെഷീൻ എവിടെ നിന്ന് വാങ്ങി എന്ന് പൊതുസമൂഹം ഇവരോട് ചോദിക്കുന്നു. കാരണം ഞങ്ങൾക്കും അതൊന്ന് വാങ്ങണം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം വേട്ട വലിയ അർത്ഥത്തിൽ തിരിച്ചടിയായി എന്ന് മാത്രമല്ല, കേരളത്തിലെ നിഷ്പക്ഷരായ ഒരു വിഭാഗം ജനസമൂഹമുണ്ട്. യാതൊരുവിധ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഭാഗമല്ലാതെ നിഷ്പക്ഷരായിട്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരും ചോദിക്കുന്നു,
നിങ്ങളുടെ കൂട്ടത്തിൽ മുകേഷ് ഇല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഗണേശനില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ റിയാസ് ഇല്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ശശിയില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ PK ശശിയില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ AK ശശീന്ദ്രനില്ലേ എന്ന് പറഞ്ഞ് വലിയ നീണ്ട ലിസ്റ്റ് തന്നെ പൊതുസമൂഹം തിരിച്ച് അവർക്ക് സഖാക്കൾക്ക് മുന്നിൽ വെക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ സഖാക്കൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാ അർത്ഥത്തിലും തിരിച്ചടി. ആദ്യത്തെ പരാതി കൊണ്ടുവന്നു, അത് കോടതിയിൽ മൂഞ്ചി. രണ്ടാമത്തെ പരാതി കൊണ്ടുവന്നു, അത് കോടതിയിൽ മൂഞ്ചി. മൂന്നാമത്തെ പരാതി കൊണ്ടുവന്നു, രഹസ്യമാക്കി വെച്ചു, രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് ചെയ്തു, എന്നിട്ടും മൂഞ്ചുകയാണ്. അപ്പോൾ എല്ലാം തിരിച്ചടികൾ മാത്രം ബാക്കി. ഇനി അവസാനമായിട്ട് നടക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ പടിയിറക്കമാണ്. ജനം മുഖത്ത് കാർക്കിച്ചു തുപ്പി ആട്ടിയിറക്കും ഈ പിണറായി വിജയനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ജനം ഇനി അതിനുള്ള അവസരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല. അതിനിടയിൽ പല വർഗീയ കുത്തിത്തിരിപ്പുകളും വർഗീയ ഛിദ്രതകളും വിഷം തുപ്പലുകളുമൊക്കെ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെ ഏറ്റുപിടിക്കുന്ന AK ബാലം പാലക്കാട്ട്, അത് ചെങ്ങന്നൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സജി ചെറിയാൻ അവിടെ നിന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരന്തരമായി വിഷം തുപ്പിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ച് അവർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി അതിലൂടെ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സഖാക്കൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ പ്ലാനും മൂഞ്ചും. സഖാക്കൾ എല്ലാം മൂഞ്ചി റോട്ടിലിറങ്ങി മൂഞ്ചേണ്ട അവസ്ഥ സഖാക്കൾക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ രാഹുലിനെ അയോഗ്യനാക്കാനുള്ള ആ പരാതിയും 8 നിലയിൽ പൊട്ടി ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്.